കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പി.എൻ. പണിക്കർ അനുസ്മരണ സമ്മേളനവും മെറിറ്റ് ഈവനിംഗും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C.N.N. നമ്പി ഉദ്ഘാടനം ചെയ്തു. കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി.എൻ. പണിക്കർ അനുസ്മരണ സമ്മേളനവും മെറിറ്റ് ഈവനിംഗും നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് N. ഉദയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C.N.N. നമ്പി ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രശസ്തരായ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞാനൊക്കെ സൈക്കിൾ ചവിട്ടി ഓച്ചറയൊക്കെ പോയിട്ടുണ്ട്. ഈ സാംബശിവന്റെ കഥാപ്രസംഗമൊക്കെ ഈ മാവേലിക്കരയൊക്കെ സാംബശിവന്റെയൊക്കെ കഥാപ്രസംഗം അങ്ങ് യഥാർത്ഥത്തിൽ KPSC നാടക സമിതി ചെയ്ത പോലുള്ള വലിയൊരു സുദീർഘമായ സേവനമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒറ്റയാളോ അല്ലെങ്കിൽ രണ്ടാളോ ആയിട്ടുള്ള ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത്. രാത്രിയിലൊക്കെ 2-3 കഥാപ്രസംഗങ്ങളാണ് നടത്തുന്നത്. സാംബശിവന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സാംബശിവൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജന്മദിനം ഇതിനിടയ്ക്കാണ് അത് നമ്മൾ ആചരിക്കണമെന്നാണ് തീരുമാനിക്കുക. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ പീരീഡിൽ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, പിന്നെ ശങ്കരപ്പിള്ളയുണ്ട്, അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പഠിക്കുക, അവരുടെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതല്ല, അവർ ഈ സമൂഹത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻ, അവര് മുഖാന്തരം ഈ ജനങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ. കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാറിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വായനയെ പറ്റി പറയണം, അല്ലേ? നമ്മളെല്ലാം എഴുതുന്നത് വായനാ ദിനം എന്നാണ്. വായനാ ദിനം അത് തെറ്റാണ്. വായന ദിനം എന്ന് തന്നെ എഴുതണം എന്നാദ്യം പറഞ്ഞോളൂ. വായന ദിനം, വായനശാല, വായനാശാല എന്നല്ല പറയുന്നത്, വായനശീലം, വായന വാരം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും വായന ദിനം എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. വചനം എന്ന് പറഞ്ഞാൽ വാക്കെന്നാണ് അർത്ഥം. വചനം എന്ന വാക്കിൽ നിന്നാണ് വായന ഉണ്ടായത്. നമ്മൾ പറയും ഗ്രന്ഥം എന്നാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഗ്രഥിതമായത്, കോർത്തെടുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. S. കേശുനാഥ്, ഷാമില അനിമോൻ, T.M. സുരേഷ് കുമാർ, A.R. ഹരികുമാർ, S. സുഭാഷ്, നീതു സുമേഷ്, വിസ്മയ വിമൽ, S. ശബരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. CDNet ന്യൂസ്, കായംകുളം.